ഇന്ന് ഒരു 50 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്നുള്ളത്. അതായത് പലപ്പോഴും പലരും ഹോസ്പിറ്റലിൽ വന്ന് പറയുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും കുറച്ച് മൂത്രം ഇനി ഒഴിക്കാനുണ്ട് പക്ഷെ പോരുന്നില്ല എന്നുള്ളൊരവസ്ഥ. അതേപോലെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞാലും അടിവസ്ത്രത്തിലേക്ക് 1-2 തുള്ളി മൂത്രമൊക്കെ വരിക, പിന്നീടും പോയി വാഷ് ചെയ്യേണ്ട അവസ്ഥ. പൊതുവെ നിസ്കരിക്കാനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് ഭയങ്കര പ്രയാസമാണ്. ഇങ്ങനെയുള്ളവരാണ് സ്പെഷ്യലി നമ്മളോട് വന്നിട്ട് കംപ്ലൈൻറ്റ് പറയുന്നത്. അതേപോലെ തന്നെ മൂത്രം ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് പോവുക, മൂത്രം ഒഴിക്കാൻ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ, മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ടെൻഷനാണ്. കാരണം ബസ്സിൽ ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാലും മൂത്രം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ടോയ്ലറ്റ് ഇല്ലല്ലോ, അല്ലെങ്കിൽ ബസ്സിൽ ടോയ്ലറ്റ് ഇല്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ളൊരു പേടി. അതേപോലെ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ അവിടെ ടോയ്ലറ്റ് ഉണ്ടോ എന്നുള്ളതായിരിക്കും ആദ്യം ഇവർ അന്വേഷിക്കുക. കാരണം പോയി കഴിഞ്ഞാൽ ഉടനെ മൂത്രം ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രയാസമാണ്, മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മൂത്രം ഇനിയിപ്പോൾ ഒന്ന് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് മൂത്രം പോരാത്തൊരവസ്ഥ. ഈ രീതിയിലുള്ള കംപ്ലൈൻറ്റ് ഒരുപാട് പേര് ഇന്ന് ഒ പിയിൽ വന്നിട്ട് പറയാറുണ്ട്. സ്പെഷ്യലി ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സ് ഇങ്ങനെയുള്ളവരാണ് പൊതുവെ പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇവർ ചിലപ്പോൾ 1-2 സിറ്റിംഗ് കഴിഞ്ഞാലായിരിക്കും നമ്മളോട് പറയുന്നത് എനിക്ക് സെക്ഷുവലി ഉള്ള ബുദ്ധിമുട്ടുകൾ കൂടെ ഉണ്ട് എന്ന്. പ്രധാനമായിട്ടും ഉദ്ധാരണക്കുറവും സമയക്കുറവും ഒക്കെ. അപ്പോൾ ഈ ഒരു മൂത്രത്തിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഉദ്ധാരണക്കുറവും സമയക്കുറവൊക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണമാണ്. അപ്പം നമുക്കിത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സർജറി ഇല്ലാണ്ട് മാറ്റിയെടുക്കാം. നമ്മൾ മെഡിസിനൊക്കെ കഴിച്ച് സർജറി ഇല്ലാണ്ട് മാറ്റിയെടുക്കാം. അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഫുഡ് കൺട്രോളും ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങളാണ് ഇതിൽ വരുത്തേണ്ടത്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, ഇതെന്തിനാണ് പുരുഷന്മാരുടെ ശരീരത്തിലുള്ളത്, ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ പൊതുവെ പുരുഷന്മാരിൽ മൂത്രസഞ്ചിക്ക് തൊട്ട് താഴെ മൂത്രനാളിക്ക് ചുറ്റുമായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വാൾനട്ടിൻ്റെ ഷേപ്പ് പോലെ ഇരിക്കും. ഇതിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഈ ഒരു ശുക്ലത്തിലുള്ള ബീജത്തിൻ്റെ ഒരു ക്വാളിറ്റി കൂട്ടുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഫെർട്ടിലിറ്റി ഒക്കെ ശരിയാക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. അതായത് ഈ സ്പേമിനെയൊക്കെ ഒന്ന് ഹെൽത്തി ആക്കുക, ഇതൊക്കെയാണ് പൊതുവെ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഇത് കുട്ടികളിൽ ഇത് വർക്കിംഗ് ആയിരിക്കില്ല. ഏകദേശം ഒരു 10 വയസ്സ് കഴിഞ്ഞാലാണ് ഇത് വർക്കിംഗ് ആയി വരുന്നത്. അതേപോലെ തന്നെ ഏകദേശം ഒരു 40-45 വയസ്സ് കഴിയുമ്പോൾ പതുക്കെ ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെ കുറഞ്ഞു വരികയും ഇത് പിന്നീട് ഇങ്ങനെ വീങ്ങാനും സൈസ് കൂടാനും തുടങ്ങുകയും ചെയ്യും. ഇങ്ങനെയുള്ളവരിലാണ് പൊതുവെ ഇങ്ങനെ മൂത്രം ഒഴിക്കുമ്പോഴുള്ള ഈ ഒരു പ്രയാസങ്ങളും ലൈംഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങുന്നത് എന്നുള്ളത് പറയാം. അതായത് ചിലരിൽ മാത്രമല്ല ഇത് കാണുന്നുള്ളൂ, ചിലരിൽ ഇതില്ലല്ലോ. അപ്പം അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പറയാം. അതായത് ഒരു സമയം കഴിയുമ്പോൾ, അതായത് പുരുഷന്മാരിൽ ഒരു ഏജ് കഴിയുമ്പോൾ, ഒരു 45-50 വയസ്സ് കഴിയുമ്പോൾ പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയും. ഇങ്ങനെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയുകയും പിന്നെ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ കോശങ്ങൾ വലുതാവുന്നൊരവസ്ഥ വരും. അപ്പോഴാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാവുന്നതും. ഇതിങ്ങനെ വലുതാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇത് മൂത്രനാളിക്ക് ചുറ്റുമാണ് അല്ലേ കാണപ്പെടുന്നത്. അപ്പോൾ മൂത്രനാളിക്ക് ചുറ്റും കാണപ്പെടുന്ന ഈ ഒരു ഗ്രന്ഥി പുറത്തേക്കും അകത്തേക്കും വലുതാവുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇത് മൂത്രനാളിയെ പോയി ഇങ്ങനെ പ്രസ്സാക്കുന്നൊരവസ്ഥ വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി മൂത്രം കൃത്യമായിട്ട് വരില്ല. ഇതും ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണം നിങ്ങൾക്ക് യൂറിൻ്റെ ബുദ്ധിമുട്ട് വരുന്നതിന് ഒരു കാരണമാണ്. ഇനി അടുത്തതായിട്ട് വേറെ കുറച്ച് കാരണങ്ങളുണ്ട്. ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിനെ ബാധിക്കുന്ന വേറെയും കുറച്ച് കാരണങ്ങളുണ്ട്. അതായത് നിങ്ങളിപ്പോൾ അമിതവണ്ണമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടാവാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അതേപോലെ നിങ്ങൾക്ക് എക്സസൈസോ വ്യായാമം ഒന്നുമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, പിന്നെ സ്ഥിരമായിട്ട് മലബന്ധമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, ഹെറിഡിറ്ററി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ സിബ്ലിങ്സിനൊക്കെ ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്.
കൂടുതലാണ്. പിന്നെ മൂത്രം പിടിച്ചു നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അതായത് മൂത്രം ഒഴിക്കാൻ തോന്നി പക്ഷെ മൂത്രം ഒഴിക്കുന്നില്ല, അത് പിന്നീടാവട്ടെ എന്നുള്ള രീതിയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ടെൻഡൻസി സ്ഥിരമായിട്ട് ചെറുപ്പം മുതലേ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഷുഗർ, BP, കൊളസ്ട്രോൾ ഇതൊക്കെ ഒരു പരിധി വരെ ഇതിനുള്ള കാരണമാവാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളം കുടിയുടെ കുറവൊക്കെ ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഭാവിയിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് പൊതുവെ ഇങ്ങനെയുള്ളവർ കാണിക്കുക എന്നുള്ളത് പറയാം. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക. അപ്പം ഇത് ആദ്യമൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, രാത്രിയിലായിരിക്കും ഈ ഒരു ഇടയ്ക്കിടയ്ക്കുള്ള മൂത്രം ഒഴിക്കാനുള്ള തോന്നലുണ്ടാവുക. അതായത് 2, 3, 4 തവണയൊക്കെ ഉറക്കത്തുനിന്ന് മൂത്രം ഒഴിക്കാൻ എണീക്കുന്നവരുണ്ട്. അപ്പോൾ പകലത്തത് മാക്സിമം നമ്മളത് കാര്യമാക്കില്ല. പക്ഷെ രാത്രിയിൽ നമ്മുടെ ഉറക്കം പോകുന്നൊരവസ്ഥ പണ്ടത്തെ പോലെ അല്ലാണ്ട് മൂത്രം ഒഴിക്കാൻ എണീക്കുന്നു, ഇത് കാരണം ഉറക്കം പോകുന്നു എന്നുള്ള അവസ്ഥയ്ക്ക് എത്തുമ്പോഴാണ് പൊതുവെ ഇത് പലരും തിരിച്ചറിയുന്നത് തന്നെ. ഇനിയിപ്പോൾ മൂത്രം ഒഴിക്കാൻ പോയി നിന്നാൽ മൂത്രം പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്രയാസം, ചിലപ്പോൾ ഒരു 5 മിനിറ്റ്, 7 മിനിറ്റ്, 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും മൂത്രം പുറത്തേക്ക് വരുന്നത്. ഒന്ന് തള്ളിക്കൊടുക്കേണ്ട അവസ്ഥ മൂത്രം വരാൻ വേണ്ടിയിട്ട്. പിന്നെ മൂത്രം വരുമ്പോൾ ഇത് തീരെ സ്പീഡില്ലാണ്ട് ഒരു നൂല് പോലെ മൂത്രം വരിക. മൂത്രം ഒഴിക്കാൻ കുറേ നേരം ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥ, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാലേ മൂത്രം കംപ്ലീറ്റ് ആയിട്ട് പോവുള്ളൂ എന്നുള്ളൊരവസ്ഥയ്ക്ക് വരിക. മൂത്രം മുറിഞ്ഞു പോവുക, അതായത് ആദ്യം ഒന്ന് ഒഴിക്കുന്നു, അത് സ്പ്ലിറ്റ് ആവുന്നു, ഒന്ന് നിൽക്കുന്നു, എന്നിട്ട് പിന്നെ ഒന്ന് മുക്കി കൊടുത്താലേക്കേ പിന്നെ മൂത്രം വരുള്ളൂ, ഇങ്ങനത്തെ ഒരവസ്ഥ. പിന്നെ അതേപോലെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ മുഴുവൻ മൂത്രം പോയിട്ടില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥ പൊതുവെ പറയാറുണ്ട്. പിന്നെ മൂത്രം ഒഴിച്ച് വന്നാൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ തുള്ളി മൂത്രം കുറച്ചൊക്കെ അടിവസ്ത്രത്തിൽ പോകുന്നൊരവസ്ഥ. അതിപ്പോൾ രാത്രി മാത്രമല്ല, പകലും ഒരുപാട് പേര് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. ഇത് കാരണം നിസ്കരിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള കുറേ പ്രയാസങ്ങൾ ഒരുപാട് പേര് എൻ്റെ മുന്നിൽ വന്നിരുന്ന് പറയാറുണ്ട്. പിന്നെ അതേപോലെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് കിടന്നു, രാത്രിയിൽ കിടന്ന് അപ്പം നമുക്ക് മൂത്രം ഒഴിക്കാൻ എണീറ്റ് ഒരു കുറേ നേരം എടുത്താണല്ലോ മൂത്രം ഒഴിക്കുന്നത്. അപ്പോൾ ഈ ഉറക്കം ഓൾറെഡി പോയിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു ഉറക്കം വന്ന് തുടങ്ങുമ്പോഴായിരിക്കും അടുത്തതായിട്ട് പിന്നെയും മൂത്രം ഒഴിക്കാൻ തോന്നുക. അപ്പം ഇങ്ങനെയുള്ള ഈ കുറേ ബുദ്ധിമുട്ടുകൾ പൊതുവെ പറയാറുണ്ട്. പിന്നെ ഇതൊരു സ്റ്റേജ് കഴിഞ്ഞാൽ പകലും ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക, മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം സ്പീഡില്ല, മുറിഞ്ഞു പോവുക, മൂത്രം ഒഴിച്ചാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെയും മൂത്രം ഒഴിക്കാൻ തോന്നുക. പിന്നെ അതേപോലെ മൂത്രം ഒഴിക്കുമ്പോൾ ചിലർക്ക് വേദന കാണാം, ചിലർക്ക് മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് മൂത്രത്തെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഈ ഒരു മൂത്രം കൺട്രോൾ വിട്ട് പോണ ഒരവസ്ഥ, മൂത്രത്തിന് മഞ്ഞ കളറ്, എരിച്ചില്, പുകച്ചില്, ഒരു അസ്വസ്ഥത, ഈ രീതിയിലൊക്കെ പലർക്കും കാണാറുണ്ട്. ഇതേപോലെ തന്നെ വേറെ ഉള്ളൊരിതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷലി ഉള്ള ബുദ്ധിമുട്ട്. അതായത് ചിലർ നമ്മുടെ അടുത്ത് ആദ്യം വരുമ്പോൾ ചിലപ്പോൾ ഈ മൂത്രത്തിൻ്റെ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവർ വരുന്നത്. ഇവരിപ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക, ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറയും, സ്കാനിങ് എടുക്കാൻ പറയും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ പ്രശ്നമാണെന്ന് കണ്ടുപിടിച്ച് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആയിരിക്കും 1-2 സിറ്റിംഗ് കഴിയുമ്പോഴായിരിക്കും ഇവർ പറയുക, ഡോക്ടറെ എനിക്കിങ്ങനെ ഈ ഒരു സെക്ഷലി ഉള്ള ബുദ്ധിമുട്ടുണ്ട്, ഉദ്ധാരണക്കുറവുണ്ട്, പെട്ടെന്ന് ഉദ്ധാരണം നടക്കുന്നില്ല, ഇതെന്താണെന്നറിയില്ല. അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ഇതും കണക്റ്റഡ് ആണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കുള്ളവർക്ക് ഒരു 90% പേർക്കും ഈ ഒരു ഉദ്ധാരണക്കുറവ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സമയക്കുറവ്, അതായത് പെട്ടെന്ന് സ്ഖലനം നടക്കുകയും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത അവസ്ഥയും. പിന്നെ താല്പര്യക്കുറവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവർ പറയാറില്ല. ഈ 2 പ്രശ്നങ്ങളാണ് പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, പലരും ചോദിക്കാറുണ്ട്, ഇപ്പം എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ പലരും ചോദിക്കാറുണ്ട്, അതെന്താ ഡോക്ടറെ ഇങ്ങനെ നമുക്ക് ഈ ഒരു മൂത്രത്തിൻ്റെ പ്രശ്നമുള്ളത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കാണ് നിങ്ങൾ പറയണു, പക്ഷെ എങ്ങനെയാണ് ഇതൊരു സെക്ഷൽ പ്രോബ്ലം ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, പൊതുവെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങുമ്പോൾ നിങ്ങളുടെ ഈ ഒരു പെൽവിക് ഏരിയയിലേക്കുള്ള രക്തക്കുഴലിനെയും നാഡികളെയൊക്കെ ഇത് കംപ്രസ് ചെയ്യുകയും ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു രക്തക്കുഴലുകളും നാഡികളൊക്കെ തന്നെയാണ് നിങ്ങളുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക്, അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു സെക്ഷൽ ഓർഗൻസിന്, ഈ ഒരു ഉദ്ധാരണം നടക്കുന്ന ആ ഒരു ആക്ഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഞരമ്പിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഇവ തന്നെയാണ്. അപ്പോൾ ഇതിന് കംപ്രഷൻ സംഭവിക്കുകയും എന്തെങ്കിലും രീതിയിലുള്ള ബ്ലോക്കേജ് സംഭവിക്കുകയും ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ സെക്ഷൽ ആക്ടിവിറ്റിയെ ഇത് ബാധിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഇനി അടുത്തതായിട്ട് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് പറയാം. അതായത്
ഓരോരുത്തരും ഓരോ ലക്ഷണങ്ങളാണ് പൊതുവേ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടെങ്കിൽ കാണിക്കാറ്. അതായത് ഞാൻ ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഉള്ള ആളുകളുണ്ടാവാം. ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നു എന്നുള്ള അവസ്ഥ മാത്രമുള്ളവരുണ്ടാവാം. ചിലർക്ക് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ 1-2 തുള്ളി അടിവസ്ത്രത്തിൽ പോകുന്നു, പിന്നെ മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള 2-3 സിംറ്റം മാത്രമുള്ള ആളുകളുണ്ടാവാം. എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവണം എന്നില്ല. പക്ഷെ നമുക്ക് മിക്കവരിലും കാണുന്നൊരു പ്രശ്നമാണ് ഇതിൻ്റെ കൂടെ തന്നെയുള്ള ഈ ഒരു സെക്ഷൽ കംപ്ലയിൻസ്. അതൊന്നില്ലെങ്കിൽ ഉദ്ധാരണ പ്രശ്നമാവാം, ഒന്നില്ലെങ്കിൽ സമയക്കുറവാവാം. ഇങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ഓരോരുത്തരും കാണിക്കുന്നത്. അതേപോലെ തന്നെ ഒരാളുടെ വയസ്സ് ചിലപ്പോൾ 45 വയസ്സുള്ള ആളായിരിക്കാം, ചിലപ്പോൾ ഏകദേശം 50 വയസ്സുള്ള ആളായിരിക്കാം. ഏകദേശം നമ്മളുടെ അടുത്ത് വരുന്നൊരു 90% പേരും 50 വയസ്സ് കഴിഞ്ഞവരായിരിക്കും. അപ്പം അങ്ങനെ അവരുടെ വയസ്സ്, അവരുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കണക്കിലെടുത്തിട്ട് അതെല്ലാം നമ്മൾ ഒരു കേസ് ടേക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറിലൂടെ ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കും. എന്നിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോട് കൂടിയിട്ടാണ് ഇവിടെ ചികിത്സ നടത്തുന്നത്. അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള പ്രത്യേകം പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും. അതുകൊണ്ട് തന്നെ രോഗിക്ക് ജീവിതകാലം മുഴുവനും മരുന്ന് കഴിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഒരു പരിധി വരെ മരുന്ന് കഴിച്ചിട്ട് നമുക്ക് മെഡിസിൻ നിർത്തിയിട്ട് വേറെ സിംറ്റംസോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ മെഡിസിൻ നിർത്തി മെഡിസിൻ ഇല്ലാത്തൊരു ജീവിതത്തിലേക്ക് പോകാനും സാധിക്കാറുണ്ട്. അതേപോലെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടെങ്കിൽ എങ്ങനെ മുൻകൂട്ടി തിരിച്ചറിയാം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഏജ് കണക്കാക്കുക. അതായത് നിങ്ങളൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മൂത്രം ഒഴിക്കുന്ന എത്ര പ്രാവശ്യം ഒരു ദിവസം നിങ്ങൾ മൂത്രം ഒഴിക്കുന്നുണ്ട് അത് നിങ്ങൾ കണക്കാക്കുക. രാത്രി എത്ര പ്രാവശ്യം നിങ്ങൾ എണീക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ പൊതുവേ നമ്മൾ മൂത്രം ഒഴിക്കുന്ന അതായത് ഓരോ മണിക്കൂർ കൂടുമ്പോഴൊന്നും ഓരോരുത്തർക്കും മൂത്രം ഒഴിക്കേണ്ടി വരാറില്ല അല്ലേ. ചിലപ്പോൾ ഇവരുടെ ഒരു ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നും. ഓരോ മണിക്കൂറിലും മൂത്രമൊഴിക്കുക, കുറച്ച് വെള്ളം കുടിച്ചാൽ ഉടനെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഉടനെ മൂത്രം പോകണം, ഇങ്ങനത്തെ ഒരു അവസ്ഥ. ചിലപ്പോൾ ചിലരുടെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു സിംറ്റം ആയിരിക്കും. അതായത് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ 1-2 തുള്ളി മൂത്രം അടിവസ്ത്രത്തിൽ പോവുക. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ലക്ഷണമൊക്കെ നിങ്ങൾക്കൊരു 40 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു ഡോക്ടറെ പോയിട്ട് കാണുക. ഇതിന് വേണ്ട ബാക്കി ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യുക. കാരണം ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം തുടങ്ങാനുള്ളൊരു സാധ്യത ആവാനും കാരണമാവാറുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഭക്ഷണം തന്നെയാണ്. അതായത് ഭക്ഷണത്തിൽ ധാരാളം ഫൈബർ ഉൾപ്പെടുത്തുക. ഫൈബർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പിന്നെ അതേപോലെ തന്നെ ഹോൾ ഗ്രെയിൻ. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധാരണ ചക്ക, മാങ്ങ, പപ്പായ ഇതെല്ലാം നിങ്ങൾക്ക് കഴിക്കാം. അതേപോലെ തന്നെ ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, മൊസമ്പി ഇങ്ങനെയുള്ള ഏത് ടൈപ്പ് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾ കഴിച്ചോളൂ. ഇത് ഒരു ഫൈബർ നിങ്ങളുടെ ശരീരത്തിൽ വേണം എന്നുള്ളതിനാണ് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വെജിറ്റബിൾസ്, അതായത് കുക്കുംബർ, ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ്, ഇങ്ങനെ എന്ത് വെജിറ്റബിൾസ് ആയിക്കോട്ടെ നിങ്ങളിത് ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തതായിട്ട് സീഡുകൾ ധാരാളം ഉപയോഗിക്കുക. അതായത് മത്തൻ്റെ കുരു സീഡൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഉണക്കിയിട്ട് വാങ്ങാൻ. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പരിപ്പെടുത്തത് ഡെയിലി നിങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ തക്കാളി കഴിക്കുന്നത് നല്ലതാണ്. ഫ്ലാക്സ് സീഡ്, ചിയ സീഡ് ഇതൊക്കെ ഭയങ്കര നല്ലതാണ്. വാൾനട്ട് നല്ലതാണ്. ഇതിൽ ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞിട്ടൊരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. ഇത് നിങ്ങളുടെ പ്രോസ്റ്റേറ്റിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒന്നുള്ളത് ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു 2-2.5 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുക എന്ന് മിക്ക ഡോക്ടേഴ്സും നിങ്ങളോട് പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, 1 ലിറ്റർ വെള്ളം എടുക്കുന്നു രാവിലെ, അതിൽ 1/2 ലിറ്റർ വെള്ളം നിങ്ങൾ അപ്പം തന്നെ നിന്ന് കുടിക്കും അല്ലേ. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓരോ അരമണിക്കൂറിലും മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്യരുതൊരിക്കലും. നിങ്ങൾ രാവിലെ 6 മണിക്കാണ് എണീക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വൈകിട്ട് 6 മണി വരെ നിങ്ങൾ വെള്ളം കുടിക്കുക. 6 മണിക്ക് ശേഷം നിങ്ങൾ പിന്നെ വെള്ളം കുടിക്കരുത്. ഈ ഒരു 2.5-3 ലിറ്റർ വെള്ളം നിങ്ങൾ ആ ഒരു രാവിലെ മുതൽ വൈകിട്ട് 6 മണി വരെയാണ് നിങ്ങൾ കുടിക്കേണ്ടത്. ഒരിക്കലും ഒറ്റ ഇരിപ്പിന് കുടിക്കുക അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം കുടിക്കുക, ഇങ്ങനെ ചെയ്യരുത്. കാരണം 6 മണിക്ക് ശേഷം കുടിക്കുന്ന വെള്ളമാണ് നിങ്ങൾ രാത്രി ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് മൂത്രം ഒഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. പിന്നെ അതേപോലെ രാത്രി ജ്യൂസ് ഐറ്റംസ് അങ്ങനെയൊന്നും കഴിക്കാതെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാത്രം കഴിക്കുക. ജ്യൂസ് ആക്കിയിട്ടൊന്നും നിങ്ങൾ രാത്രി കഴിക്കരുത്. ഇത് ഭയങ്കര നിർബന്ധമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമുള്ളവരാണെന്നുണ്ടെങ്കിൽ. പിന്നെ വേറൊന്നും മൂത്രം പിടിച്ച് വയ്ക്കാതിരിക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തത് റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ്, അതായത് കീഗൽ എക്സസൈസസ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്.
ഈ ഒരു പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം മാറാനും നിങ്ങളുടെ പെൽവിക് ഏരിയയ്ക്ക് മൂത്രസഞ്ചിക്കൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ മസിൽസൊക്കെ ഒന്ന് ടൈറ്റൻ ആവാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അതായത് നിങ്ങൾ റെഡ് മീറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ നിങ്ങൾ പുറത്തുനിന്ന് ഒരുപാട് ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, സ്പൈസി ഫുഡ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നിങ്ങൾക്ക് മലബന്ധം വരുത്താൻ സാധ്യതയുള്ള എന്തെങ്കിലും ഫുഡ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ, അതായത് സ്പൈസി ഫുഡ് ആയിക്കോട്ടെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡ് മീറ്റ്, ഒരുപാട് ആർട്ടിഫിഷ്യൽ മസാല, ആർട്ടിഫിഷ്യൽ കളറിങ് ഏജൻറ്റ് ഇങ്ങനെയുള്ള ഫുഡ്, പിന്നെ മൈദ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ ഒരുപാട് കഴിക്കുകയാണെങ്കിൽ ഇത് മലബന്ധം ഉണ്ടാക്കാനും സ്ഥിരമായിട്ട് നിങ്ങൾ മലം പോകാൻ വേണ്ടിയിട്ട് മുക്കുന്ന അവസ്ഥയുണ്ടാവും. ഇത് നിങ്ങളുടെ മൂത്രസഞ്ചിയുടെ ഭാഗത്തേക്കും ഒക്കെ ആ മസിൽസിനെ ലാക്സ് ആക്കാനും ഭാവിയിൽ നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അടുത്തത്, നിങ്ങൾ ഒരുപാട് നേരം ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ പൊതുവേ ഒരു 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഇങ്ങനെ ഓഫീസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓരോ മണിക്കൂറിൽ ഒന്ന് എണീറ്റ് ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇപ്പോൾ ഡ്രൈവർമാരൊക്കെ ഉണ്ടാവും അല്ലേ, ഓട്ടോ ഡ്രൈവർമാരാണെങ്കിൽ, ലോറി ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഓരോ മണിക്കൂറിൽ അല്ലെങ്കിൽ 2 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ബിഗിനിങ്ങിൽ തന്നെ, ഏർലി സ്റ്റേജിൽ തന്നെ, തുടക്കത്തിൽ തന്നെ ഇത് തിരിച്ചറിയാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. അതായത് ഇപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ 6 മാസം കൂടുമ്പോഴും വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കുക. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങുന്നുണ്ടെങ്കിലും, അതേപോലെ നിങ്ങളുടെ മൂത്രസഞ്ചിയിൽ ഇങ്ങനെ പുറത്ത് പോരാണ്ട് ഇങ്ങനെ യൂറിൻ കെട്ടി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ, ഇതിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിലൊക്കെ അത് നേരത്തെ തന്നെ നമുക്ക് തിരിച്ചറിയാനും ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും സാധിക്കും. പിന്നെ അതേപോലെ തന്നെ PSA ടെസ്റ്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ ബ്ലഡിലുള്ള പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എത്ര ഉണ്ടെന്ന് കണക്കാക്കുന്നതാണ്. ഓരോ ഏജിലും ഇതിൻ്റെ വാല്യൂസ് ഓരോ രീതിക്കാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ്റെ അളവൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസറൊക്കെ വരാൻ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറൊക്കെ മുൻകൂട്ടി തിരിച്ചറിയാനും സാധിക്കാറുണ്ട്. ഇൻ കേസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങളൊരു ഫ്രീ PSA ടെസ്റ്റ്, പിന്നീട് ഒരു MRI, ബയോപ്സി ഇതൊക്കെ എടുത്തിട്ട് ഇതെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാനും സാധിക്കും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ നിങ്ങൾ ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് എക്സസൈസും ഫുഡ് കൺട്രോളും, ഞാനിപ്പോൾ ഈ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളും കഴിക്കരുതെന്ന് പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കുറച്ച് നോക്കുക. നിങ്ങളുടെ സിംറ്റംസ് എങ്ങനെ ഉണ്ട് നോക്കുക. എന്നിട്ടും മാറ്റങ്ങളില്ലെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ പോയിട്ട് കണ്ട് കൺസൾട്ടേഷൻ നടത്തുക. ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു മൂത്രത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതേപോലെ ഈ ഒരു സെക്ഷലി ഉള്ള ബുദ്ധിമുട്ടുകൾ, ഉദ്ധാരണക്കുറവ്, പിന്നെ സമയക്കുറവ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനും സംശയങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.